രേണു എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? ഇതിനൊക്കെ മറുപടി പറയാമല്ലോ. എന്തായാലും ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ആയല്ലോ. അപ്പൊ ഈ പറഞ്ഞ കേസ് കെട്ടൊക്കെ ഉള്ളതാണോ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഈ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവര് പറഞ്ഞതായിട്ട് തെളിയിക്കട്ടെ. ഇവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വെളിയിലോട്ട് വരട്ടെ. ഇതാരെയാണ് ഈ പേടിക്കുന്നത്? അപ്പൊ ഈ കേസ് കേട്ടെല്ലാം ലക്ഷ്മി നക്ഷത്രയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്ര ഇപ്പം അധികം അടുക്കാതെ മാറി നിൽക്കുന്നത്. എപ്പം നോക്കിയാലും സുധിച്ചേട്ടൻ വലത്തും ഇടത്തും സൈഡിലും പുറകിലും ഒക്കെ ഉണ്ട്. നമസ്കാരം, കണക്റ്റിംഗ് മീഡിയയിലേക്ക് സ്വാഗതം. എനിക്ക് ജെന്യൂനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ അത് എനിക്ക് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഇതിനകത്ത്. അല്ലാതെ ഞാൻ ആരെയും മോശക്കാരനാക്കാനോ അല്ലെ ആരെയും മോശക്കാരിയാക്കാനോ ഒന്നുമല്ല. പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, ഇപ്പൊ രേണു സുധിയുടെ ഒക്കെ വിഷയം നടക്കുകയാണ്. നിങ്ങൾക്കറിയാം, പല വോയിസുകളും ഞാനും ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് ഒരാൾ വിളിച്ച് എന്നോട് വോയിസ് തന്നാൽ അല്ലെങ്കിൽ എനിക്കൊരു ഇന്റർവ്യൂ തന്നാൽ ഞാൻ എടുക്കും. അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് റിയാക്ട് ചെയ്യേണ്ടതാണെങ്കിൽ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് ഈ ഫാൻസുകാരോടെല്ലാം, ഈ രേണു ഫാൻസ് ആണെങ്കിലും ഏത് ഫാൻസ് ആണെങ്കിലും ഞാൻ ഏത് ഫാൻസ് ആണെങ്കിലും ഞാൻ ഇതിൽ പറയുന്നത് എൻ്റെ ഒപ്പീനിയനാണ്. അതിൽ നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം. ഈ 90% യൂട്യൂബ് ചാനലുകളും ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ, മലയാളത്തിൽ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ തലയിൽ മൂളയുള്ളവർക്ക് മനസ്സിലാവും ആര് സത്യം പറയുന്നു, ആര് കള്ളം പറയുന്നു, എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഈ വെളിയിൽ വരുന്ന ന്യൂസുകൾ അനുസരിച്ച് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് പോയി ഒരാളുടെ വിഷയം തോണ്ടിക്കൊണ്ട് വരാനൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ രേണു സുധി എനിക്ക് വോയിസ് വന്ന് ഞാൻ രേണു സുധിയുടെ വോയിസ് എടുത്ത് ഞാൻ വിടും. കിച്ചു തന്ന കിച്ചുവിന്റെ എടുത്തിടും. ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കുന്ന ഓഡിയോ ആണെങ്കിലും ഈ എന്റേതായ അഭിപ്രായങ്ങളും എല്ലാം ഞാനിവിടെ പറയാറുണ്ട്. അതിൽ ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അത് അങ്ങനെയാണ്. അല്ലാതെ ഞാൻ പറയുന്നത് പോലെ തന്നെ എന്നെ വിശ്വസിക്കണം എന്നൊന്നും ഞാൻ പറയത്തില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാം, അവരുടെയൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ചാനലിനെ ബാധിക്കും, അവർ വന്ന് ബാഡ് കമന്റ് ഇടും. ഇതൊന്നും എനിക്ക് പേടിയില്ല. ചുരുക്കം പറഞ്ഞാൽ രേണു സുധിയാണ് ഇന്നത്തെയും വിഷയം. ഈ വിഷയം എടുക്കുമ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഇത് ഈ വിഷയം മാറ്റിപ്പിടിക്കാറായില്ലേ എന്നാ. എങ്ങനെ മാറ്റിപ്പിടിക്കും? നിങ്ങൾ തന്നെ പറ. നമുക്ക് നിങ്ങൾ ഈ കാണുന്നതല്ലേ, ചാനലും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം കാണുന്നതല്ലേ. അതിനകത്തെല്ലാം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. ഇത് കാണാനേ ഇപ്പൊ പ്രേക്ഷകരുള്ളൂ. അപ്പം അതിനകത്ത് നമുക്ക് സൂട്ടബിൾ അല്ലാത്ത കാര്യം ഈ പറയുന്ന ആര് പറഞ്ഞാലും നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യും. അതില് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, കമന്റ് ബോക്സ് വഴി അറിയിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഇത് ആരുടെയും സൈഡ് പിടിച്ചോ ആർക്കെങ്കിലും സൈഡ് പറഞ്ഞോ ഒന്നുമല്ല ഞാൻ ഇത് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ആ ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓക്കെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വിഷയവും രേണു സുധി തന്നെയാണ്. വേറൊന്നുമല്ല, ഇപ്പൊ രേണു സുധിക്ക് എതിരായിട്ട് ഒരാള് രംഗത്ത് വന്നിട്ടുണ്ട്. രതീഷ് എന്ന ആളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, കടം വാങ്ങിച്ചതിന് ശേഷം പുള്ളിയെ ഗുണ്ടകളെ വിട്ട് അടിപ്പിക്കാൻ പോയതും അതുപോലെ രേണുവിനെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. രേണു ഫാൻസിന് സമാധാനം ഉണ്ടെങ്കിൽ മാത്രം ഇത് ഇവിടെ നിന്ന് കാണുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരുപാട് വീഡിയോസ് ഉണ്ട് കാണാൻ. യൂട്യൂബിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രേണു സുധിയുടെ ഒക്കെ വീഡിയോസ് ഒക്കെ അതുവഴി ഇപ്പൊ പോകുന്നുണ്ട്. അതെല്ലാം പോയി കാണാം. അതുകൊണ്ട് നിങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരെയും എടുത്ത് തലപ്പത്തോട്ട് അങ്ങ് വെക്കരുത്. ആരാധന എന്ന് പറയുന്ന സംഭവം ആരെയും ആരാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഒപ്പീനിയൻ നമ്മൾ എവിടെയും തുറന്നു പറയുമ്പോഴാണ് അവനൊരു മനുഷ്യനാവുന്നത്, അല്ലെങ്കിൽ അവനൊരു കറക്റ്റ് മനുഷ്യനാവുന്നത്. അല്ലാതെ ഒരു ഫാൻ ബേസ് കൂടിയിട്ട് അവർ ചെയ്യുന്നതിന് എന്തിനും പോയിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരാൾക്ക് അടിമയായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഇന്നത്തെ രതീഷ് എന്ന് പറഞ്ഞ പുള്ളിയാണ് ഇവിടെ പുതിയ അലിഗേഷനുമായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ആ വീഡിയോസ് നമുക്ക് ഒന്ന് കാണാം. കണ്ട് റിയാക്ട് ചെയ്തു പോവാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇപ്പോ ചേട്ടൻ ഒരു ആരോപണവുമായി എത്തിയിട്ടുണ്ട്. അതായത് ചേട്ടൻ്റെ ഒരു ആരോപണം അല്ല, ഒരു ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചേട്ടന്റെ ആവശ്യം രേണു സുധി ചേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. മിക്കവാറും കിട്ടിയ പോലെ തന്നെ. അങ്ങനെ ചോദിച്ചവർക്കെല്ലാം എന്താണ് മറുപടി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരുപാട് പേരുടെ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്രാവശ്യം ഈ പുള്ളിക്കും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അത് കേൾക്കാം. എപ്പോഴാണ് രേണു ചേട്ടന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്? ഒരു വർഷം അടുപ്പിച്ചാവും. എന്ത് പറഞ്ഞായിരുന്നു പൈസ വാങ്ങിച്ചത്? എന്നാൽ ഒരു ആവശ്യങ്ങൾ പറഞ്ഞ കൊച്ചിന് വയ്യാണ്ട് ആണ്, പിന്നെ കൊച്ചിന് ടോയ്സ് മേടിക്കണം, അത് വീട്ടിലെ ഒരു കാര്യങ്ങൾ പറഞ്ഞാണ് മേടിക്കുന്നത്. പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലായത്, ഈ കടം വാങ്ങിക്കുന്ന സമയത്ത് ഈ സുധി ആണെങ്കിലും ഈ രേഷ്മയാണെങ്കിലും ചെയ്യുന്നത് പിള്ളേരുടെ പേര് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ കടം വാങ്ങിക്കുന്നത്. ഇതുപോലെ തന്നെ നിമിഷ കഴിഞ്ഞ ദിവസം വന്നൊരു ഇന്റർവ്യൂവിലും ഇതേ തന്നെ പറഞ്ഞായിരുന്നു, പിള്ളേരുടെ പേര് പറഞ്ഞിട്ട്. അതുപോലെ ഈ അലിഗേഷൻസ്, ഈ പൈസയുടെ കാര്യം പറയുന്നവരെല്ലാം ഈ പിള്ളേരുടെ കാര്യം പറയുന്നുണ്ട്.
കുട്ടികൾക്ക് അതാണ്, കുട്ടികൾക്ക് ഇതാണ്, കുട്ടികൾക്ക് അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞാണ് ഈ കടം വാങ്ങിക്കുന്നത്. കടം വാങ്ങിച്ചോട്ടെ, നമ്മൾ പറയുന്നില്ല, ഒരു കഷ്ടപ്പാട് ബുദ്ധിമുട്ടും ഉണ്ടാകുമ്പോൾ എല്ലാവരും കടമൊക്കെ വാങ്ങിക്കും. ആരും കടം വാങ്ങിക്കാതിരിക്കുന്നവരൊന്നുമല്ല, ആരെങ്കിലും ഒക്കെ വാങ്ങിക്കും, എല്ലാവരും വാങ്ങിക്കും. അപ്പം വലിയ വലിയ കോടീശ്വരന്മാർ കടം എടുക്കുന്നു. കടം വാങ്ങിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കുമ്പോഴും ഉണ്ടാകണം. അപ്പൊ ഈ തിരിച്ചു ചോദിക്കുമ്പോഴാണ് ഇവിടെ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഈ രേണുസുതി ആണെങ്കിലും സുതി ആണെങ്കിലും ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ അതുപോലെ ഒരു അനുഭവം ഈ പുള്ളിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും എന്നെ അറിയാമല്ലോ, എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കൊടുത്തു പിന്നെ തിരിച്ചിട്ട് ചോദിച്ചപ്പോൾ പുള്ളി തരത്തില്ല. പിന്നെ എൻ്റെ കോൾ ബ്ലോക്ക് ചെയ്യും, സംസാരിക്കും. പിന്നെ അവരെ ടോണൊക്കെ ഒരു വ്യത്യാസം. തിരിച്ചു ചോദിച്ചു കഴിയുമ്പോൾ അപ്പ കോള് ബ്ലോക്ക് ചെയ്യും. അതും ഇതേപോലെ ആൾക്കാർ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല, അല്ലെങ്കിൽ ഇയാളെ മോശമാക്കി കാണിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്ന ഒന്നുമല്ല. ഇതൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ആ സംഭവങ്ങളാണ് നമ്മൾ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അതിന് വന്നിട്ട് കുരു പൊട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ മറ്റൊരു യൂട്യൂബറും ഇത് ചെയ്യും, അടുത്തടുത്ത യൂട്യൂബർമാരെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. എല്ലാ യൂട്യൂബർമാർക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാം, ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ അതിൻ്റെതായ റിയാക്ട് ചെയ്യുന്നുണ്ട്. വന്നു പിന്നെ അതിനുശേഷം പിന്നെ അതിനെ അടിക്കാൻ വേണ്ടി ആളെ വിട്ടു. ഈ രേണു കള്ളം പറയുന്നു പറഞ്ഞു ഞാൻ ഒരു ഹെഡ്ലൈൻ കൊടുത്ത ശേഷം. ചേട്ടൻ എപ്പോഴാണ് രേണു കള്ളം പറയുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്? അത് ഞാൻ രേണുവിൻ്റെ ഫോട്ടോയും സുധീറിൻ്റെ ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് ഒരു കല്യാണ ഫോട്ടോ ആക്കി. അപ്പോൾ അത് പുള്ളിക്കാർ കാണണ്ട, അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു. രേണുവിന് അയച്ചപ്പോൾ രേണു അയച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ആള് രേണുവിന്റെ ഫോട്ടോയും ഈ പറഞ്ഞ സുധിയുടെ കൊല്ലം സുധി എന്ന മഹാന്റെ ഫോട്ടോയും ഒരുമിച്ച് വെച്ചിട്ട് ഒരു ഫോട്ടോ ആക്കി അയച്ചു കൊടുത്തു. ആർക്കാണ്? നമ്മുടെ രേഷ്മ പി തങ്കച്ചന്. രേഷ്മ പി തങ്കച്ചൻ അയച്ചു കൊടുത്തപ്പോൾ രേഷ്മ പി തങ്കച്ചൻ പറഞ്ഞ ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇത് കാണുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് പുള്ളിക്കാരെ ഡിലീറ്റ് ചെയ്ത് കാണും അപ്പോഴേ. അങ്ങനെ പറഞ്ഞ് മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. എപ്പം നോക്കിയാലും സുധിച്ചേട്ടൻ വലത്തും ഇടത്തും സൈഡിലും പുറകിലും ഒക്കെ ഉണ്ട്. ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങളെ വേറൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നടന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതും കൂടെ നിങ്ങളൊന്ന് കാണണം. അപ്പൊ ഞാൻ മുന്നേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞതെല്ലാം കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ തലേദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ ഒരു വേറൊരു മീഡിയയുടെ പറയായിരുന്നു സുധിയേട്ടൻ വലുതാണ്, അവർക്ക് സുധിയേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കള്ളമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്കറിയാലോ കാര്യങ്ങൾ മൊത്തവും. അപ്പോൾ ഞാൻ താഴെ കള്ളമെന്ന് എഴുതി. ഇതും കൊണ്ടുപോയി നേരെ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്തു. പിന്നെ ലക്ഷ്മി നക്ഷത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോവിയുടെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൈസ നോവിയുടെ പൈസ പറഞ്ഞില്ല, ലക്ഷ്മി നക്ഷത്രയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കേസ് കേട്ടെല്ലാം ലക്ഷ്മി നക്ഷത്രയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ലക്ഷ്മി നക്ഷത്ര ഇപ്പം അധികം അടുക്കാതെ മാറി നിൽക്കുന്നത്. ലക്ഷ്മി നക്ഷത്രയ്ക്ക് അറിയാം ഇതെല്ലാം ഇങ്ങനെ ഒരു പടുകുഴിയിലേക്ക് ചാടത്തുള്ളൂ. അതുകൊണ്ട് നൈസായിട്ട് ആദ്യമേ അങ്ങ് വലിഞ്ഞു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ചുരുക്കം പറഞ്ഞാല് ആ ചാനലിൽ പോയിരുന്നുകൊണ്ട് സുധിയേട്ടൻ അതാണ്, സുധിയേട്ടൻ ഇതാണ് എന്നൊക്കെ ഉള്ള തള്ളു കേട്ടപ്പം ഈ സത്യം അറിയാവുന്ന ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അത് കള്ളമാണെന്ന് പറഞ്ഞ് അതിന് താഴെ കൊണ്ടുപോയി കമന്റ് ഇട്ടു. കമന്റ് ഇട്ടപ്പോൾ അത് പിടിച്ചില്ല. അത് പിടിക്കാതിരുന്നപ്പോൾ അടിക്കാൻ ആളെ വിടുന്നു, ഭീഷണി വരുന്നു, എന്തൊക്കെ വരുന്നു. എന്ന് വെച്ചാൽ പുള്ളിയാണ് ആ ഫോട്ടോ വെച്ച് ഇട്ട് കൊടുത്തപ്പോൾ പുള്ളിക്ക് വന്ന മറുപടിയാണ് എനിക്കിത് കാണുന്നത് ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പൊ നാടകം എവിടം വരെ ആയെന്ന് നോക്കണം. ഈ പറയുന്ന ജനങ്ങളെ മൊത്തവും കളിപ്പിക്കുമല്ലായിരുന്നു. ഞാൻ ആദ്യമേ എന്റെ വീഡിയോസിലെല്ലാം പറയുമായിരുന്നു സുധിയുടെ പേര് പറഞ്ഞ് ഇവർ കളിപ്പിക്കുകയാണ് എന്നുള്ളത്. എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും അലിഗേഷൻസ് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഉടനെ ഒന്നുകിൽ സുധിയുടെ ഫോട്ടോ പുറകെ കാണും, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ, അല്ലെങ്കിൽ പിള്ളേരുടെ പേര്. ഇപ്പം വന്നേക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ട് കിച്ചുവിന്റെ പേര്, അല്ലെങ്കിൽ സുധി. ഇപ്പോഴും ഉണ്ട് സുധിയെ എന്തെങ്കിലും. അത് ഞാൻ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ പറയുന്നതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. പുള്ളിക്കാരി എന്നതൊന്നും ഇഴയ്ക്കേണ്ടത് നിങ്ങൾ തമ്മിൽ വായിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ പുള്ളിക്കാരിക്ക് സുധീടെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ രേണു സുധീട്ട് ഉള്ള സമയത്ത് രേണുവിന് പൈസ കൊണ്ട് മൊത്തം അടിച്ചു തീക്കുക ഷോപ്പിങ്ങിന്, അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞിട്ടുണ്ട് ലാവിഷ്യം ജീവിക്കണം, ഉള്ളതും ഇല്ലാതെന്ന് അറിയണ്ട, കിട്ടുന്ന പൈസ മൊത്തം അടിച്ചു തീക്കണം എന്നുള്ളവര് പിറ്റേ ദിവസം സുധിയുടെ പൈസ നമ്മളെ ചോദിക്കും, കടം ചോദിക്കും. അപ്പം ഇത് തന്നെയാണ് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ പറഞ്ഞത്. നമ്മളൊരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ സുധിക്ക് ഏറ്റവും കൂടുതൽ കടം വന്നിട്ടുള്ളത് ഈ പറയുന്ന ഈ രേഷ്മ പി തങ്കച്ചന്റെയും കുടുംബത്തിന്റെയും ചെലവ് കാരണമാണെന്ന്. വെച്ചാൽ രേഷ്മ വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കൂ, വെളിയിൽ കറങ്ങി നടക്കണം, ഐസ്ക്രീം കൊടുക്കണം, അതുപോലെ ഒരു പ്രോഗ്രാം എങ്ങാനും അടുത്ത് നടന്നു കഴിഞ്ഞാൽ കുടുംബത്തോടെ വണ്ടി കയറ്റി കാറി കയറ്റി അങ്ങനെ കൊണ്ടുപോയി വിടണം. ഇതിനൊക്കെ ചെലവുണ്ട്. ഈ ചെലവിനൊക്കെയാണ് പുള്ളി കൂടുതലും പൈസ വാങ്ങിക്കുന്നത്. അത് മാത്രമല്ലാതെ വേറെയും ചെലവുകളുണ്ട്. അതിനും പൈസ വേണമല്ലോ. അപ്പം പുള്ളി അങ്ങനെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് മെയിനായിട്ട്
ഏറ്റവും കൂടുതൽ ചെലവുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ തന്നെയായിരുന്നു. അപ്പൊ രേഷ്മ പി തങ്കച്ചന്റെ ഫാൻസ് ഞാൻ ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ, രേഷ്മ പി തങ്കച്ചൻ. പിന്നെ ഇളയ കുഞ്ഞിന്റെ ഒരു ഓപ്പറേഷൻ എന്റെ പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നൈറ്റ് 2 മണിക്ക് പൈസ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഒപ്പിച്ച് അവിടെ ശരിയാക്കി കൊടുക്കേണ്ട ഒരു സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രേണുവിന് സൂര്യനെ ഇഷ്ടമൊന്നുമില്ല. രേണുവിന് വേറൊരു അഫയർ ഉണ്ട്. ഒരു പയ്യന്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ. ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു. രേണു രേണുവാണോ മെസ്സേജ് അയച്ച വേറെ അഫയർ ഉണ്ട് അയച്ചിട്ടുണ്ട്? ഈ ചേട്ടൻ മരണപ്പെട്ട ശേഷം ആണ്. ചേട്ടൻ സുധി മരണപ്പെട്ടതിന് ശേഷം എനിക്ക് വേറൊരു അഫയർ ഉണ്ടെന്നും എനിക്കൊരാളെ ഇഷ്ടമാണെന്നും പറഞ്ഞ് പുള്ളിക്ക് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഇപ്പം വാട്സപ്പിലും ഒക്കെ ആണെങ്കിലും ഒരു ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടല്ലോ. ഒരാൾ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാലും ഡിലീറ്റ് ആയി പോകും, ഒറ്റ പ്രാവശ്യം കാണാനും പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഈ ആളാണ് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, എൻ്റെ സുധിച്ചേട്ടന്റെ മണമടിക്കുന്നു, എൻ്റെ സുധിച്ചേട്ടൻ എൻ്റെ ഈ വലത്തുണ്ട് ഇടത്തുണ്ട്. മനസ്സിലായല്ലോ, ഇനിയിപ്പോ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇതെല്ലാം നാടകമായിരുന്നെന്ന് മനസ്സിലാക്കാൻ അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും പറ്റും. ഇപ്പൊ ഈ കള്ളമാണ് എന്ന് പറഞ്ഞല്ലോ, ഈ സംഭവം പറയുന്നത് രേണു സുധിച്ചേട്ടനെ കുറിച്ച് ഒരു ഇന്റർവ്യൂല് സുധിച്ചേട്ടനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമായിരുന്നു കള്ളമാണെന്ന് സോഷ്യൽ മീഡിയ. ആ പുള്ളിക്കാരൻ മീഡിയക്കാരനെ ഞാൻ വിളിച്ച് നല്ല വഴക്കായി. അപ്പൊ അവൻ പറഞ്ഞു അവർക്ക് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്, രേണുവിനെ കൊണ്ട് ചെയ്യുകയെന്ന് പറയുന്നത്. രേണു പറഞ്ഞിട്ടാണ് ചെയ്തത്. രേണു പറഞ്ഞിട്ടാണ് അവർ റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ്, അവർക്ക് അതിൽ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞു ഇനി നമുക്ക് ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ മീഡിയക്കാര് എന്ന് വെച്ചാൽ രേണു പോകുന്നിടത്തെല്ലാം മീഡിയക്കാര് പോകുന്നേ ഉള്ളൂ, അല്ലാതെ രേണു ഒരു മീഡിയക്കാരെ വിളിക്കത്തില്ല. ഇതും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇവര് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യുന്നതാണെന്നുള്ളത്. എന്ന് വെച്ചാല് ഇറങ്ങുന്നതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് എനിക്ക് ഇന്നടുത്ത് ഷൂട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നടുത്ത് ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെ വിളിച്ച് പറയുമ്പോൾ അവർക്ക് വരുമാനം, അവർ റീച്ചിന് വേണ്ടിയിട്ട് അവർ വരും വീഡിയോ എടുക്കും, അത് മുതലാക്കി. എന്ന് വെച്ചാൽ എനിക്ക് ഫേമും ആകാം, അവർക്ക് റീച്ചും ആയി. അതല്ലേ നടക്കുന്നേ, അതൊക്കെ സമ്മതിച്ചാൽ പോരെ. അല്ലാതെ ഞാൻ പോകുന്നിടത്ത് ഞാൻ പോലും അറിയാതെയാണ് അവിടെ വരുന്നത് ഇവിടെ വരുന്നത് എന്ന് വെച്ചാൽ വാ തുറന്നാൽ സത്യം പറയത്തില്ല, കള്ളത്തരമേ പറയത്തുള്ളൂ എന്നുള്ളത് ഈ പുള്ളിയും പറയുന്നുണ്ട് ഇതിനകത്ത്, അതുപോലെ പലരും പറയുന്നുണ്ട്. പല ചാനലുകളിൽ പോയിരുന്ന ഒരു ക്വസ്റ്റ്യന് തന്നെ പല സൈസിലുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊന്നും പറയുന്നത് നമ്മൾ ആരും പോയി പറയിക്കുന്നതോ ഒന്നുമല്ല. ഇതെല്ലാം സോഷ്യൽ മീഡിയ വഴി വരുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ടി വരും. നമുക്കിതെല്ലാം റിയാക്ട് ചെയ്യുന്ന ഒരു ചാനലായതുകൊണ്ട് നമുക്ക് ഇതെടുത്ത് റിയാക്ട് ചെയ്യേണ്ടി വരും. അതിനുള്ള ഇടവരുത്തുന്നത് ആരാ? ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചന്റെ നാക്ക് അടിച്ചു പൊടിക്കുന്നു പറയും. ഈ സംഭവം നമുക്ക് അറിയാലോ, സത്യം അറിയാലോ. സത്യം അറിയാന്നുള്ളവർക്ക് ഇതിന് മുന്നിട്ട് പറയാൻ പറ്റില്ല, അവരെങ്ങനെ ജീവിച്ചു പോകണമെന്ന് അറിയാം. പിന്നെ ആവശ്യത്തെ നമ്മളെ പൈസ വെച്ചപ്പോൾ അമ്മയെ വെച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരെ ഫോൺ കൂടി നമ്മൾ വിളിച്ചിട്ട് എടുക്കത്തുമില്ല. റെക്കോർഡിംഗ് മൊത്തം അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്ക്രീൻഷോട്ട് അയക്കുന്നു, ഇവിടുത്തെ പോകുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോസ് അയച്ചു തരും. എവിടെ പോകുന്നുണ്ടെങ്കിൽ ഫോട്ടോ അയച്ചു തരും. ബസ്സിലിരിക്കുന്ന ബസ്സിന്റെ ഫോട്ടോ അയച്ചു തരും, ബസ് സീറ്റിരിക്കുന്ന ഫോട്ടോസ് അയച്ചു തരും. നിങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പിലൊക്കെ ആയിരുന്നു. ആ സമയത്തിലൊക്കെയാണ് ഈ കടം വാങ്ങിക്കുന്നത്. കടം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരാളുമായിട്ട് കുറച്ച് കടമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് അവർ ഫ്രണ്ട്ഷിപ്പിലേക്ക് കൊണ്ടുവരുമല്ലോ. ചില അതിബുദ്ധി ഉള്ളവർ അവരെന്ത് ചെയ്യും, പോകുന്നിടം വരുന്നിടം എല്ലാം എടുത്ത് കൊടുക്കും. ഞാനിപ്പോൾ ബസ്സിലാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്ക് അയച്ചു കൊടുക്കുമായിരിക്കാം. അതിനകത്തൊക്കെ വേണ്ടിയിട്ടായിരിക്കാം പുള്ളിയും പൈസ കൊടുത്തത്. അപ്പൊ പൈസ തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് ഭീഷണിയായി, ഫോണിൽ കൂടെ ഭീഷണിയായി, അടിക്കാൻ ആളെ ഏർപ്പാടാക്കുന്നു. അതിന്റെ പുള്ളി തന്നെ ഇതിനകത്ത് ഈ ഇന്റർവ്യൂ നിങ്ങൾ കയറി കാണണം കേട്ടോ. ന്യൂസ് ടുഡേ മലയാളം എന്ന് പറഞ്ഞിട്ട് ഉള്ള ചാനലിലാണ് ഈ ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് പോയാൽ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് കുറച്ച് സാധനങ്ങൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ബാക്കി നിങ്ങൾക്ക് അവിടെ പോയാൽ കൃത്യമായിട്ട് കാണാം. എന്തുകൊണ്ടാണ് പെട്ടെന്ന് വേറെ കാര്യം, രേണുവിന്റെ ഒരു മൂത്ത മോൻ വീട്ടിൽ നിർത്തത്തില്ല. പുള്ളിക്കാരി പറഞ്ഞു അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു. പിന്നെ ഒരു ബൈക്കുണ്ട്, മൂത്ത മോൻ അങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു. ഈ മൂത്ത മോൻ എന്ന് പറഞ്ഞില്ലേ കിച്ചുമോൻ ഇല്ലേ, ആ കിച്ചുമോനെ കുറിച്ചാണോ ഈ രേണു ഇങ്ങനെ പറഞ്ഞത്? ഇതൊക്കെ നമ്മളൊക്കെ നേരത്തെ അറിഞ്ഞ കാര്യങ്ങളാണ്, ഇതൊന്നും അല്ല. ഇതിലും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഈ രേണു പറഞ്ഞ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് അത് രണ്ടു ഭാഗത്തും തെറ്റൊക്കെ ഉണ്ട്, ആരും പുണ്യാളനൊന്നും അല്ല. പക്ഷേ രേണു പുള്ളിയോട് പറഞ്ഞ കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. ഞാൻ അവനെ വീട്ടിൽ നിർത്തത്തില്ല, എന്താന്ന് വെച്ചാൽ അവന്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെയോ, ഈ കൊച്ചുമോനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കി പറയുന്നതല്ല. ഈ വീഡിയോയിൽ ഈ പറയുന്ന പുള്ളി പറയുന്നത് നമ്മൾ റിയാക്ട് ചെയ്യുകയാണ്. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അല്ലാതെ ഞാൻ പോയിട്ട് ഒരു ഫ്ലാഷ് ന്യൂസ് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതല്ല, അല്ലെങ്കിൽ ഞാനായിട്ട് പറയുന്ന ന്യൂസുകളൊന്നും അല്ല ഇത്. ഇവിടെ വന്ന് കമന്റ് ഇടുന്നവരുടെയൊക്കെ രേണു ഫാൻസും കിച്ചു ഫാൻസും അവരൊക്കെ വന്ന് കമന്റ് ഇടുന്ന കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഞാൻ എന്തോ പോയി ഈ ന്യൂസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് സ്വന്തമായിട്ട്, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞതായിട്ട്. ബൈക്ക് അത് കൊണ്ടുപോയി, മൂത്തം കൊണ്ടുപോയി. അപ്പം അതിനെ പറ്റി എന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടുതൽ വിടാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവനെ നിർത്താൻ അവന് നോട്ടം ശരിയല്ല
കുറച്ച് കാര്യം പറഞ്ഞു. അത് ഇതൊക്കെ ചൊല്ലിയാണ് ഞാൻ ഒത്തിരി മനസ്സിലായല്ലോ? അവന്റെ നോട്ടം ഒന്നും ശരിയല്ല. പിന്നെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അത് കൊടുത്തു വിടാൻ ആഗ്രഹമില്ലായിരുന്നു ഈ അമ്മയ്ക്ക്. അതുകൊണ്ട് അവൻ കൊണ്ടുപോയപ്പോൾ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നോട്ടം ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ പിന്നെ ബാക്കി ഊഹിച്ചങ്ങ് എടുത്തോ. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പറയാനുള്ള സമയമായില്ല. ഇങ്ങനെ ഓരോരുത്തർ വന്ന് പറയുമ്പം നമ്മൾ അത് വെച്ച് അങ്ങ് പറയാം എന്നേ ഉള്ളൂ. ഈ രേണുവിന്റെ യഥാർത്ഥ മുഖം ഇനിയും മനസ്സിലാകാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനൊന്നും പറ്റത്തില്ല. എന്തായാലും ഇതൊക്കെ ഇത്രയും പേര് ഇപ്പൊ ഇവര് പറയുന്നത് തെറ്റാണ്, ഈ പറയുന്ന ആള് തെറ്റാണെങ്കിൽ ഇയാൾക്കെതിരെ പറയട്ടെ. രേണു എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? ഇതിനൊക്കെ മറുപടി പറയാമല്ലോ. എന്തായാലും ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ആയല്ലോ. അപ്പൊ ഈ പറഞ്ഞ കേസ് കെട്ടൊക്കെ ഉള്ളതാണോ? ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഈ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവര് പറഞ്ഞതായിട്ട് തെളിയിക്കട്ടെ. ഇവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വെളിയിലോട്ട് വരട്ടെ. ഇതാരെയാണ് ഈ പേടിക്കുന്നത്? ആർക്കെങ്കിലും എതിരെ മിണ്ടിക്കഴിഞ്ഞാൽ അവര് തെളിവും കൊണ്ട് വരുമെന്നൊരു പേടി കാണും. അതുകൊണ്ടായിരിക്കാം. ഞാൻ നേരത്തെയും പറഞ്ഞു, എനിക്ക് രേണുവിനോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും ഇല്ല. ഒരു വിരോധവും ഇല്ല. നമുക്ക് വിരോധം എന്ന് നമ്മൾ റിയാക്ട് ചെയ്യും. ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള വീഡിയോസ് വരുമ്പോൾ നമ്മൾ അത് വെച്ച് നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യും. അതേ ഞാൻ ആദ്യം മുതൽ പറയുന്നതും. അല്ലാതെ എനിക്ക് ഈ പറയുന്ന ഒരാളുമായിട്ടും വ്യക്തിബന്ധങ്ങളൊന്നുമില്ല. ഇവരാരും എൻ്റെ സ്വന്തക്കാരുമല്ല. എനിക്ക് ഇവരെ ആരും വെളുപ്പിക്കേണ്ട ആവശ്യവുമില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. രേണു വിളിച്ച് നമ്മളത് വോയിസ് വന്നാലും നമ്മളിടും, ഇന്റർവ്യൂവിന് വിളിച്ചാൽ ഇന്റർവ്യൂ എടുക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പോലെ വീണ വിളിച്ചാലും നമ്മൾ എടുക്കും, താജ് വിളിച്ചാലും എടുക്കും. ഈ ഇഷ്യൂസിൽ പെട്ട ആരെ വിളിച്ചാലും ഞാൻ പോകും. നമ്മൾ ഇന്റർവ്യൂ എടുക്കണം, ഇന്റർവ്യൂ എടുക്കും. വോയിസ് വന്നാൽ നമ്മൾ വോയിസ് ഇടും. ഓക്കെ. അല്ലാതെ ഞാൻ പോയിട്ട് ഇതൊന്നും നിങ്ങൾ എങ്ങനെ പറയണം, നിങ്ങൾ അങ്ങനെ പറയണം, നിങ്ങൾ അതുപോലെ പറയണം, നിങ്ങൾ ഇയാളെ നെഗറ്റീവ് ആക്കണം, അയാളെ നെഗറ്റീവ് ആക്കണം എന്നൊന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. നമുക്ക് അതിന്റെ ആവശ്യവുമില്ല. അല്ലാതെ തന്നെ ഇഷ്ടം പോലെ വെളി വരുന്നുണ്ട്. മനസ്സിലായി. പിന്നെ ദാരിദ്ര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീട്ടിലെ കാര്യങ്ങൾ കഷ്ടത, മോൻ്റെ കാര്യങ്ങൾ, മോന് ടോയ്സ് മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുവാനും ആളെ അടിക്കുവാനും പോലീസ് സ്റ്റേഷനിൽ വരെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പൈസ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. പുള്ളിക്കാരൻ മേടിച്ചെടുക്കുന്നുണ്ട്. അതിന് സ്റ്റേറ്റ്മെന്റ് എടുത്ത് അയച്ചു കൊടുക്കും. പുള്ളിക്കാരൻ ഇപ്പൊ വന്നേക്കുന്നത് എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ പൈസ തിരിച്ചു ചോദിച്ചതിന്റെ പേരിൽ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പൈസ കളയാൻ തയ്യാറല്ല, എനിക്ക് ആ ക്യാഷ് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു വെച്ചാൽ പുള്ളി അതുപോലെ അനുഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പുള്ളി വേണ്ടാന്ന് വെക്കാമായിരുന്നു. പക്ഷെ വേണ്ടാന്ന് വെക്കുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ വായി വരുന്നത് പറയുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, ആൾക്കാരെ വിട്ട് ഭീഷണിപ്പെടുത്തുക. ഇതെന്തുവാണ് ഗുണ്ടായുസം ഒക്കെ ഉണ്ടെന്നാ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരു ഗുണ്ടായുസം ഒക്കെ കയ്യിലുണ്ടെന്നാ പറഞ്ഞത്. നമ്മളെ ഒന്നും ഉപദ്രവിക്കല്ലേ, പാവങ്ങളാണേ. ഇനിയിപ്പോ നമ്മളിങ്ങനൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇനി നമുക്കൊന്നും കൊട്ടേഷൻ തന്നേക്കല്ലേ. ഇതിനകത്ത് പറഞ്ഞായിരുന്നു ലാസ്റ്റ് ഞാനൊരു സംഭവം കാണിച്ചു തരാന്നുള്ളത്. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ നേരത്തെ എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും അലിഗേഷൻസ് കൂടുതൽ വരുന്ന സമയത്ത് രേണു എന്തു എന്നറിയാമോ? ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊല്ലം സുധിയുടെ ഫോട്ടോ അല്ലെങ്കിൽ കിച്ചുവിന്റെ ഫോട്ടോ, ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ, വീഡിയോ എന്തെങ്കിലും കൊണ്ടുവന്നു വരും. ഇന്ന് അലിഗേഷൻസ് കൂടിയപ്പോൾ എന്തോ എന്നറിയാം, ഞാൻ അതുകൊണ്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നതാണ്. ഞാൻ ആ വീഡിയോ നിങ്ങളെ ഇവിടെ കാണിക്കാം. സൗണ്ട് ഒന്നും ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്റ്റാറ്റസ് കയറി നോക്കിയാൽ കാണാം. ആരോ അതിനകത്ത് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, നോക്കിക്കോണം. അപ്പം ഇത് എന്താണെന്ന് അറിയാമോ? ഈ പറയുന്ന ആൾക്കാരെ ഒന്നുമല്ല, എന്നെ കുറച്ച് സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ എന്തും പറഞ്ഞാൽ വിശ്വസിക്കുന്ന കുറെ പേര് എൻ്റെ ചുറ്റിനുമുണ്ട്. അതുകൊണ്ട് എന്നെ ആരും ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കോളൂ എന്ന് വെച്ചാൽ ശരിയാണ്. ഇപ്പോഴും ന്യായീകരിക്കാൻ ആൾക്കാരുണ്ട്. ഈ വിഷയങ്ങളെല്ലാം വന്നാലും ഇവരെല്ലാം കുറ്റക്കാരാവും. ആരാ? ഇപ്പൊ ഈ കടം ചോദിച്ചവരാ ഇപ്പൊ കുറ്റക്കാരാകുന്നത് അവരുടെ മുന്നിൽ. ആരുടെയാ? പക്ഷെ ഞാൻ കണ്ട യൂട്യൂബിൽ ഒരു 75-80% ആൾക്കാരും എഗൻസ്റ്റ് ആണ് പറയുന്നത്. ഈ പറഞ്ഞ രേണു സുധിക്ക് എഗൻസ്റ്റാ പറയുന്നത്. അതിനകത്ത് 20% ആൾക്കാരുണ്ട്, അവര് ഏത് ലോകത്താണെന്ന് പോലും അറിയത്തില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ന്യായീകരിക്കാൻ വരുന്നത്. ഒരു വിധവയാണ്, അത് കൊല്ലം സുധി അങ്ങനെ നോക്കിയതാണ്, ഇങ്ങനെ നോക്കിയതാണ്. അതിനെല്ലാം ഉള്ള ഒരു ഉത്തരം ഇതിനകത്തുണ്ട്. കൊല്ലം സുധിയുടെയും ഈ പറഞ്ഞ രേഷ്മ പി തങ്കച്ചന്റെയും ഫോട്ടോ വെച്ച് അയച്ചു കൊടുത്തിട്ട് എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അതുപോലെ കൊല്ലം സുധി മരിച്ചു കഴിഞ്ഞിട്ട് ഒരു അഫയർ ഉണ്ട് എന്ന് പറഞ്ഞ് ഫോട്ടോ അയച്ചു കൊടുത്തു. അതുപോലെ കൊല്ലം സുധിയെ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു എന്നുള്ളത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഈ പുള്ളിക്കാരിയാണ് നാഴികയ്ക്ക് 40 വട്ടം എന്തെങ്കിലും അലിഗേഷൻസ് വരുമ്പോഴത്തേക്ക് എടുത്ത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിടുന്നത്. ഈ ഫോട്ടോ വെച്ച് ഉടനെ ഇന്റർവ്യൂ കൊടുക്കും. ഇതിപ്പോ ബിഗ് ബോസിൽ ഇവ പോയില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. എന്നുവെച്ചാൽ ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഈ പറയുന്ന ചാനലുകൾ ഇന്റർവ്യൂസും കാര്യങ്ങളും എല്ലാം ഈ ബിഗ് ബോസിൽ പോയവരുടെയും അവിടുന്ന് ഓരോ ആഴ്ച ഇറങ്ങി വരുന്നവരുടെയും അതിനുശേഷം ലാസ്റ്റ് ഇറങ്ങി വരുന്നവരുടെ ഒക്കെ പുറകിലായിട്ട് അതങ്ങ് പോകും. അപ്പോഴത്തേക്ക് എന്തായാലും ബിഗ് ബോസിൽ കയറിയില്ലെങ്കിൽ ഉടനെ തന്നെ തീരുമാനമാകും.
അതുപോലെ ബിഗ് ബോസിൽ കയറിയാൽ നമുക്ക് യഥാർത്ഥ സ്വഭാവം അറിയാനും പറ്റും, ഏകദേശം എക്സ്പോസ് ആവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. എന്തായാലും ഇതുവരെയും ബിഗ് ബോസിലോട്ട് കയറിയിട്ടില്ലെന്ന് അറിയുന്നത് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ എന്തായാലും തൃശങ്കത്തിൽ നിൽക്കുവാണ്. എന്തായാലും സ്വഭാവം ഇതൊക്കെ ആയതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് വേറൊന്നും ഞാൻ ഇപ്പോഴാണ് കണ്ടത്, അത് കാണിച്ചു തരാം. ആ സമയത്ത് വന്നതാണ്, നിങ്ങൾ കയറി നോക്കിയാൽ അറിയാം. 4 years ബാക്ക് പിക് ക്ലിക്ക് ബൈ മൈ ഹസ് കൊല്ലം സുധി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കൂടെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയും. തൻ്റെ ആരാധകരെ ഇമോഷണലായിട്ട് അവരുടെ മനസ്സിലേക്ക് നമ്മൾ കയറുക. അപ്പം അവരെന്ത് ചെയ്യുക, അവരെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആരാധന ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അന്ധമായിട്ട് വിശ്വസിക്കുന്നവർ ഇപ്പം സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. അവർ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അത് മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് മോശമാണെന്ന് പറയണം. അല്ലാതെ അതിന് വളം വെച്ച് കൊടുക്കുകയല്ല വേണ്ടത്. ഇത്രയും അലിഗേഷൻസ് ഉണ്ടായി, ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ അതും എടുത്തിട്ടിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ഇൻസ്റ്റാഗ്രാം അവർക്ക് ഇടാതിരിക്കാം, അത് അവരുടെ ഇഷ്ടം. പക്ഷെ ഈ അലിഗേഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രമാണല്ലോ ഇങ്ങനെയൊക്കെ വരുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് രേണു ഫാൻസിനോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ എന്തിനാ കരഞ്ഞ് മെഴുകുന്നത്? അവിടെ വന്ന് കിടന്നോണ്ട് അയ്യോ ഈ സ്ത്രീയല്ലേ, മറ്റേതല്ലേ, അതല്ലേ, ഇതല്ലേ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ഇതേ കമന്റ് അപ്പുറത്ത് പോയി നോക്കിയാൽ വേറൊരാളുടെ വീഡിയോയുടെ താഴെ ഇതേ കമന്റ് കാണാം, വേറൊരിടത്ത് പോയി നോക്കിയാൽ ഇതേ കമന്റ് കാണാം. എന്നുവെച്ചാൽ ഇത് അടിച്ചു വെച്ച് എനിക്ക് തോന്നുന്നു ഇത് ആരെങ്കിലും ഇട്ട് കൊടുക്കുന്നതാണോ? ഇത് PR വർക്കേഴ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഒരേ കമന്റ് തന്നെ എല്ലായിടത്തും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്താൽ നോക്കി. എന്തായാലും നമുക്ക് ഇങ്ങനൊക്കെ ചെയ്യാൻ അറിയത്തുള്ളൂ. നമ്മൾ ഞാൻ പറഞ്ഞില്ല, വലിയ റിവ്യൂവറോ വലിയ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരോ ഒന്നുമില്ല. നമ്മൾ ഈ പാവം പിടിച്ചവരാണ്. അപ്പം നമ്മളുടെ ഈ റിയാക്ഷൻ വീഡിയോസ് ഇഷ്ടമായവർ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ആ ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യണം. അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകണം. ഞാൻ ഇത്രയും പറയാൻ കാര്യം വേറൊന്നും കൊണ്ടല്ല. കുറേ ആൾക്കാർ വന്നിട്ട് ഞാൻ കുറേ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പം പറയുന്നത്, ഇന്ന ആൾക്കാർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫാൻസ് കൂടുതലാണ്, ഇവരുടെ ഫാൻസ് കൂടുതലാണ്, സൂക്ഷിക്കണം എന്നൊക്കെ പറയും. എനിക്ക് അങ്ങനൊന്നുമില്ല. ജെന്യുവിനായിട്ട് തോന്നുന്ന കേസ് കെട്ടാണെങ്കിൽ തെളിവ് സഹിതം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വോയിസ് തരുവാണെങ്കിൽ ഞാനിടും. എനിക്കൊരാൾ വോയിസ് തന്നിട്ട് ഇന്ന വോയിസ് ഒന്ന് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വോയിസ് തരുന്നവരാണ് ഉത്തരവാദി. അല്ലാതെ ഞാൻ പോയി അവരോട് പോയിട്ട് നിങ്ങൾ എനിക്ക് വോയിസ് തന്നേ പറ്റൂ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേ പറ്റൂ എന്നൊന്നും പറഞ്ഞ് ഞാൻ ആരോടും വോയിസും വാങ്ങിക്കാറില്ല, വീഡിയോയും എടുക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. ഇന്റർവ്യൂ നല്ലൊരു സെൻസേഷണൽ ന്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂസ് നമ്മൾ ചോദിക്കും, തരുമോ ഇല്ലയോ? തരത്തില്ലേ, വേണ്ട. തന്നെങ്കിൽ നമ്മൾ എടുക്കും. അല്ലാതെ നമ്മൾ ആരോടും പറഞ്ഞൊന്നും ചെയ്യിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഇതൊക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ആർക്കാണ് ഇത് മനസ്സിലാകാത്തതെന്നുള്ളതും നമുക്കറിയാം. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.